ഇമോഷണൽ ഡിപ്പെൻഡൻസി, വൈകാരികമായ അടിമത്വം. നമ്മൾ പലരോടും അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മുടെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലരുടെയും, മുതിർന്നവരുടെയും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം എല്ലാ ടൈമിലും നമ്മുടെ സങ്കടവും സന്തോഷവും അഭിപ്രായങ്ങളും മറ്റൊരാളെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത്? ഒന്ന് സെൽഫ് ചെക്ക് ചെയ്ത് നോക്കൂ. ഒരാളുടെ അഭിപ്രായം നമ്മൾക്ക് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന് വരുന്നുണ്ടോ? എങ്കിൽ റിയലി യു ഹാവ് ടു ബി അവെയർ ഓഫ് വാട്ട് ഈസ് യുവർ കണ്ടീഷൻ എന്നുള്ളത്. അങ്ങനെ ഒരാളാണെങ്കിൽ നമ്മൾ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആണ് എന്നാണ് അർത്ഥം. നമ്മൾക്ക് ഒരാളുടെ സങ്കടം, സന്തോഷം അതെല്ലാം മറ്റൊരാളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അയാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എങ്കിൽ അത് ഇമോഷണൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് നമുക്ക് അയാളെ പറയാം. അപ്പോൾ നമ്മളെപ്പോഴും ഒരാളെ ആശ്രയിച്ചാണ് നമ്മളുടെ സന്തോഷവും സങ്കടവും നമുക്ക് സ്വന്തമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഒരു ലോൺലിനെസ്സിലോട്ടാണ് പോകുന്നത്. നമ്മളെപ്പോഴും ഒറ്റപ്പെടുന്ന പോലെ തോന്നുന്നു. അയാളുടെ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ ഒരു ടോക്ക് ഇല്ലെങ്കിൽ, ഒരു വിളിയില്ലെങ്കിൽ, അത് നമ്മൾ അയച്ച മെസ്സേജിന് റിപ്ലൈ ഇല്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അയാളുടെ അടുത്ത് വൈകാരികമായി അടിമപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നല്ല പറയണത്. ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ജസ്റ്റ് ടേക്ക് എ ചെക്ക് ലിസ്റ്റ് വെദർ യു ആർ ഹാപ്പി വിത്തിൻ യുവർ സെൽഫ്. നമ്മൾ തന്നെ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണോ? അതോ നമ്മൾ പല കാര്യങ്ങൾക്കും അഭിപ്രായം തേടാറുണ്ടോ? അഭിപ്രായം തേടുന്നത്, സെക്കൻഡ് ഒപ്പീനിയൻ തേടുന്നതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷെ എപ്പോഴും അഭിപ്രായം മറ്റൊരാളോട് ചോദിച്ചിട്ടാണോ എടുക്കുന്നത്? സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒന്ന് റീതിങ്ക് ചെയ്യാം. ഞാൻ കറക്റ്റ് പാത്തിലാണോ? ഞാനിപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചു എന്നിരിക്കട്ടെ, അയാൾ എനിക്ക് റിപ്ലൈ ഒന്നും അയച്ചില്ല. പണ്ടൊക്കെ നല്ല വിഷമാവാറുണ്ട് ഒരു റിപ്ലൈ ഇല്ലെങ്കിൽ. ഞാൻ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷെ ഞാൻ ഓർക്കാറില്ല അപ്പുറത്തെ ആൾക്ക് അതിലും തിരക്കുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് ഒരു ഒറ്റപ്പെടുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. ആ ഒരു സമയത്തായിരിക്കും നമ്മൾ കൂടുതൽ മറ്റൊരാളായിട്ട് ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആവാം. അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്താവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, അതും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആവാം. അങ്ങനെ ഓവർ ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ മറ്റൊരാൾക്ക് നമ്മളൊരു ശല്യമായി മാറുള്ളൂ. അങ്ങനെ നമ്മളെ ഒരു ശല്യമായിട്ട് അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാൾ നമ്മുടെ ഫോൺ എടുക്കാനും പോകണില്ല, ഒരു മെസ്സേജിന് റിപ്ലൈ ഇടാനും പോകണില്ല. അപ്പോൾ നമ്മൾ വീണ്ടും സങ്കടക്കടലിൽ പെട്ടുപോകില്ലേ? നമ്മൾ വീണ്ടും ഒറ്റപ്പെടാൻ തുടങ്ങും, അല്ലെങ്കിൽ ലോൺലിനെസ് എന്നുള്ളൊരു ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് പോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ കൗൺസിലിംഗ് വേണ്ടി വരും, തെറാപ്പിസ്റ്റിനെ കാണേണ്ടിയൊക്കെ വരും. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ സെൽഫ് അവെയർ ആയിട്ടുണ്ടെങ്കിൽ എന്താ ഉപകാരം എന്നറിയോ? നമ്മൾ സെൽഫ് അവെയർ ആയിരിക്കുക. വി ആർ ഇമോഷണലി ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളത്. ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകേണ്ടത്. പല സാഹചര്യങ്ങളിലും നമുക്കൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഓൾവേസ് ഇമോഷണലി ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഒരു തരം അടിമത്തം തന്നെയാണ്, ഒരു തരം സ്ലേവറി തന്നെയാണ്. കാരണം എന്ത് സന്തോഷം ഉണ്ടായാലും അറിയിക്കണം. നല്ലൊരു വീഡിയോ കണ്ടു, അപ്പം നമ്മൾ ഷെയർ ചെയ്തു. നല്ലൊരു ഫണ്ണി മൊമെൻ്റ് കണ്ടു, അപ്പം നമ്മൾ ഷെയർ ചെയ്ത് ഓക്കെ. ബട്ട് വി ആർ എക്സ്പെക്ടിങ് ദ റെസ്പോൺസ്. ഇഫ് ദർ ഇസ് നോ റെസ്പോൺസ്, വി ആർ ട്രൈങ് ടു ഡിലീറ്റ് ദ സെൻഡ് വീഡിയോ. അല്ലെങ്കിൽ ബ്ലൂ ടിക്ക് നോക്കി കാത്തിരിക്കുന്ന കുറേ സമയങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ഇമോഷണൽ ഡിപ്പെൻഡൻസിയിലേക്കാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്. ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താ, ഫൈനലി അയാൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മളെപ്പോഴും നമുക്കൊരു കാറ്റഗറി ഉണ്ടാവില്ല, ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ നമുക്ക് ഫ്രീ ഓഫ് തിങ്കിങ് ഉണ്ടാവില്ല. നമ്മളുടേതായ സ്പേസ് ഇല്ലല്ലോ. നമ്മൾ സന്തോഷമായാലും സങ്കടമായാലും ഒരാളെ ആണ് ഇരിക്കുന്നത്. സോ വേർ ഇസ് അവർ ഓൺ സ്പേസ്, വേർ ഇസ് അവർ ഓൺ ക്രിയേറ്റിവിറ്റി? നമ്മളുടെ ക്രിയേറ്റിവിറ്റി എവിടെയാണ്? നമ്മളുടെ ഓൺ സ്പേസ് എവിടെയാണ്, അല്ലേ? എന്നുവെച്ചാൽ ചിലർ അങ്ങനെയല്ല കേട്ടോ. ചിലർക്ക് അവരുടേതായ സ്പേസും ഉണ്ട്, ക്രിയേറ്റിവിറ്റിയും ഉണ്ട്. അപ്പം നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഒരാൾ അർജൻറ്റായിട്ട് നമ്മളുടെ എന്തെങ്കിലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യായിരിക്കും, നമ്മളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്, നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾ. അപ്പോൾ നമ്മളൊരു മെസ്സേജ് അയച്ചു, ദർ ഇസ് നോ റിപ്ലൈ, ബട്ട് വി സോ ദർ ഇസ് എ ബ്ലൂ ടിക്ക്, കണ്ടിരിക്കണമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ കൂടുതൽ വിഷമിക്കുകയാണ്, ഓഹ് കണ്ടിട്ട് റിപ്ലൈ അയച്ചില്ലല്ലോ എന്നുള്ളത്, അല്ലേ? അങ്ങനെയൊക്കെ എല്ലാവർക്കും ഒരു സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ കൂടുതൽ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു നോട്ട് ദാറ്റ് യു ആർ ഇമോഷണലി ഡിപ്പെൻഡൻറ്റ് എന്നുള്ളത്. ഇമോഷണൽ ഡിപ്പെൻഡൻ്റ് ആയ ഒരു വ്യക്തി എങ്ങനെ അത് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ
നമ്മൾ എൽഡേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കും. ചില സമയത്ത് നമ്മളുടെ എൽഡേഴ്സിന് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവില്ല. കാരണം അവർ ദേ നെവർ ഫേസ് സച്ച് സിറ്റുവേഷൻ. അവർക്ക് എന്തെങ്കിലും അതിലൊരു അറിവുണ്ടെങ്കിലല്ലേ എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഓവർ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്. ഓഹ്, ഇതിലെന്തെങ്കിലും ഒന്ന് അഭിപ്രായം പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ആ ഡിസിഷൻ എടുക്കാമായിരുന്നു. ആൻഡ് വി തിങ്ക് ദാറ്റ് വാട്ട് എവർ ദ എൽഡേഴ്സ് സേ ദാറ്റ്സ് കറക്റ്റ്. അവിടെ ഒരു മിസ് മാച്ച് ഉണ്ട് കേട്ടോ. കാരണം അവരുടെ സാഹചര്യമല്ല നമ്മുടെ സാഹചര്യം, അതന്നെ. നമ്മുടെ സാഹചര്യമല്ല നമ്മുടെ അടുത്ത ജനറേഷൻ മക്കളുടെ സാഹചര്യം. ഇനി അതുമല്ല, നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. നമ്മളൊരു ഹെൽഡർ ആണെന്ന് വിചാരിച്ച് നമ്മൾ ഒരാൾക്കൊരു അഭിപ്രായം സജഷനൊക്കെ കൊടുക്കാന്ന് വെച്ചാൽ ഇറ്റ് മേ ബി ടോട്ടലി മിസ്ഫിറ്റ് ഫോർ ദം. നമ്മളുടെ പെർഫെക്ഷൻ ആവില്ല അവരുടെ പെർഫെക്ഷൻ. കാരണം അവർ എക്സൽ ചെയ്തിരിക്കുന്നത് അവരുടേതായ വേറെ കഴിവുകളിലായിരിക്കാം. അപ്പം നമ്മൾ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ നമ്മൾ അവരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും. അഭിപ്രായം ചോദിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ അവർ പറയണമെന്ന് ശരിയെന്ന് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് പോകും. പക്ഷെ നമ്മളുടെ കഴിവൊക്കെ വേറെ ഇതിലെങ്കിലായിരിക്കും. അപ്പം ഇമോഷണൽ ഡിപ്പെൻഡൻസി നമ്മളുടെ കുറേ കാര്യങ്ങളെ നല്ല രീതിയിലല്ലാത്ത രീതിയിൽ ബാധിക്കാറുണ്ട്. ഹൗ ടു ഓവർകം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. എപ്പോഴും നമ്മൾ ഡിസ്കഷനിലൊക്കെ വരുമ്പോൾ പറയണ പോലെ തന്നെ വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് ക്ലിയർ പേഴ്സണൽ ബൗണ്ടറീസ്. നമ്മൾക്ക് നല്ലൊരു ബൗണ്ടറി എപ്പോഴും എല്ലാത്തിനും കീപ്പ് ചെയ്യണത് നല്ലതാണ്. റിഗാർഡിങ് ലൈക്ക് ഇമോഷണൽ ഇൻറ്റിമസി ആയാലും ഡിസൈഡ് വാട്ട് യു ആർ കംഫർട്ടബിൾ വിത്ത്. അല്ലെങ്കിൽ നമ്മൾ ഓവർ ഷെയർ ചെയ്യുന്നുണ്ടോ. പിന്നെ നമ്മൾ അവെയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. ഗിവ് യുവർ സെൽഫ് സം സ്പേസ്. നമുക്കിപ്പോൾ മനസ്സിലായി നമ്മളയാൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കുറേ മെസ്സേജുകൾ അയച്ചു, നമ്മളയാളെ കുറേ ഫോൺ ചെയ്ത് എടുക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ മനസ്സിലാക്കുക നമ്മൾ എന്തൊക്കെയോ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മളല്ലെങ്കിൽ ഓവർ ഷെയർ ചെയ്യുന്നുണ്ട്, ഓവർ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായൊരു സ്പേസ് കൊടുക്കണം. പിന്നെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കേസാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ എ കൗൺസിലിംഗ്, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് അഡ്വൈസ് തേടാം. നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻറ്റ് ക്യാരക്ടർ ഉണ്ട് ആൻഡ് ഹൗ ടു ഓവർകം എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ, നമ്മളെ കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറുമ്പോൾ കുറേയൊക്കെ ഇത് ഓവർകം ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു മൂവി ഒറ്റയ്ക്കിരുന്ന് കാണാൻ ശ്രമിക്കുക. സമയമില്ലെങ്കിൽ മൂവി പ്ലേ ചെയ്യുക, വർക്കിൻ്റെ ഒപ്പം മൂവി കാണാമല്ലോ, കേൾക്കാമല്ലോ, പാട്ട് കേൾക്കുക, ഇഷ്ടമുള്ള പാട്ടുകൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി പ്ലേ ചെയ്യുക. പിന്നെ അതൊക്കെ ഒരു നമ്മൾക്ക് തന്നെ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്, നമ്മളെ സെൽഫ് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാര്യങ്ങളാണ് അതൊക്കെ. അതുപോലെ തന്നെ ഗാർഡനിങ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നല്ല പൂക്കളെ നട്ട് വളർത്താം. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ഇങ്ങനെ പൂക്കളൊന്നും നട്ട് വളർത്താനുള്ള സാഹചര്യം ഇല്ല. പക്ഷേ പൂക്കളെ കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. അപ്പം അങ്ങനെ സാഹചര്യമുള്ളവർ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇമോഷണൽ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ബി അവെയർ ആൻഡ് ഗിവ് യുവർ സെൽഫ് സം സ്പേസ്. കുറച്ച് നിങ്ങൾക്ക് കൂടി വളരാനുള്ള കുറച്ച് സ്പേസ് കൊടുക്കുക. സോ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇമോഷണൽ ഡിപ്പെൻഡൻസി, വൈകാരിക അടിമത്തത്തിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കണം കേട്ടോ. താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ. ഇഫ് യു ലൈക്ക് മീ ടു ഹിയർ, എൻ്റെ വാക്കുകളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീണ്ടും വരിക. താങ്ക് യു സോ മച്ച്.